What's up people, welcome back to another vlog. അപ്പോൾ ഞാനിപ്പോൾ ആദിയോഗിയിൽ നിൽക്കണേണ്. അപ്പോൾ പെട്ടെന്നാണ് ഒരു തീരുമാനം. ഇപ്പോൾ കയ്യിലിപ്പോൾ ഒരു മോജോ ഉണ്ട്, ഒരു ഹിമാലയൻ ഉണ്ട്, ഒരു ഡോമിനാർ ഉണ്ട്. അപ്പോൾ മൂന്നും കൂടെ കമ്പയർ ചെയ്താലോ എന്ന് ആലോചിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്യണ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ വണ്ടിയുടെ ഇതെന്ന് വെച്ചാൽ ഈ രണ്ട് വീഡിയോയിട്ടാണ് ഞാൻ ചെയ്യണത്. ഒരു വീഡിയോ വണ്ടിയുടെ സ്പെക്സ് മാത്രം ഞാൻ പറയാം, എല്ലാ വണ്ടിയുടെയും 3 വണ്ടിയുടെയും സ്പെക്സ് മാത്രം. അത് കഴിഞ്ഞിട്ട് ഞാൻ റൈഡ് ചെയ്ത് 3 വണ്ടിയുടെ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാൻ 2 വീഡിയോയിട്ടാണ് ഇടാൻ പോണേ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോണേ. അപ്പോൾ ഇതാണ് 3 വണ്ടി. ഇത് 2019 മോജോ ABS, അത് 2018 ഹിമാലയൻ, അത് 2019 മോഡൽ ഡോമിനാർ ABS. അപ്പോൾ ഈ 3 വണ്ടിയുടെ സ്പെക്സാണ് ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോണേ. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? മോജോ എന്ന് തുടങ്ങാം അല്ലേ? അപ്പോൾ ആദ്യം ഞാൻ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. മോജോയുടെ ഫ്രണ്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയറാണ്. ആ 2 ഉണ്ട ഹെഡ് ലാമ്പും. പിന്നെ പുതിയ മോജോയ്ക്ക് നമുക്ക് അറിയാം ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് കൊടുത്തേക്കണേ. അത് കൂടാണ്ട് ഫ്രണ്ട് ബ്രേക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ 320mm പെറ്റൽ ഡിസ്ക്കാണ്. ഫ്രണ്ട് വിത്ത് ഡുവൽ ചാനൽ ABS ആണ് മോജോയ്ക്ക് അവൈലബിൾ ആക്കിയേക്കണേ. അപ്പോൾ ഇനി ഹിമാലയൻ നോക്കാൻ പോയാൽ ഹിമാലയൻ സെയിം അതേ 2016 ഇറങ്ങിയ അതേ ഡിസൈൻ തന്നെ. ഫ്രണ്ടിൽ ഒരു വലിയൊരു ഹെഡ് ലാമ്പും പിന്നെ ഫ്ലൈ മഡ് ഗാർഡൊക്കെ ആയിട്ട്. പിന്നെ അതുകൂടാണ്ട് ഇതൊരു ലോങ് ട്രാവൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. അത് കാരണം നമുക്ക് ഓഫ് റോഡിംഗ് ഒക്കെ ഇതിൽ കൂടുതൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് 300mm ഡിസ്ക്കാണ്. ഇത് നോൺ ABS വേർഷനാണ് ഇപ്പോൾ കയ്യിരിക്കണേ. ABS വേർഷൻ അല്ല, നോൺ ABS വേർഷനാണ്. BS4 വണ്ടി. പിന്നെ നമ്മൾ ഡോമിനാർ നോക്കാൻ പോയാൽ ഇതാണ് ഡോമിനാർ. ഫ്രണ്ട് ഹെഡ് ലാമ്പ് നമുക്ക് ഇത്രയും കൂടെ പഴയ ഡോമിനാറിനെക്കാട്ടും ഇത്രയും കൂടെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ഫുൾ LED ഹെഡ് ലാമ്പാണ്. ഇത് കൂടാണ്ട് ഇതിൽ ഓൾറെഡി 2 എക്സ്ട്രാ ഫോഗ് ലാമ്പ്സും വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്പർ പ്ലേറ്റ് ഹോൾഡറും ഫ്രണ്ടിലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ ഡിസ്ക് നോക്കാൻ പോയാൽ 320mm ഡിസ്ക് വിത്ത് ഡുവൽ ചാനൽ ABS ആണ് ഡോമിനാറിന് അവൈലബിൾ ആക്കിയേക്കണേ. അത് കൂടാണ്ട് നമ്മുടെ സസ്പെൻഷൻ നോക്കിയാലും നമ്മുടെ UST അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് ഫ്രണ്ടിൽ കൊടുത്തേക്കണം. പഴയ ഡോമിനാറിന് ടെലിസ്കോപ്പിക് ആയിരുന്നു, ഇതിന് അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് കൊടുത്തേക്കണം. മോജോയുടെ എഞ്ചിൻ നോക്കാൻ പോയാൽ സെയിം 295cc എഞ്ചിനാണ്. പക്ഷേ പവർ ഇപ്രാവശ്യം ഒരു കുറച്ചിട്ടുണ്ട്. 26 bhpയും 28 Nm ടോർക്കാണ് മോജോയ്ക്ക് അവൈലബിൾ ആക്കിയത്. അതുകൂടാണ്ട് ഇത് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. നമുക്കവിടെ റേഡിയേറ്ററും നിങ്ങൾക്ക് കാണാം താഴെ. ഹിമാലയൻ എഞ്ചിൻ നോക്കാൻ പോയാൽ സെയിം 411cc എഞ്ചിൻ, 24.5 bhpയും 32 Nm ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണത്. ഇത് എയർ കൂൾഡാണ്, ലൈക്ക് ഓയിൽ കൂളർ ഉണ്ട്. അപ്പോൾ എയർ കൂൾഡ് ആൻഡ് ഓയിൽ കൂൾഡാണ്, ലിക്വിഡ് കൂൾഡ് എഞ്ചിനല്ല. ഈ ഓയിൽ നിങ്ങൾ നോക്കണ്ട, അത് ക്ലച്ച് കേബിളിൽ ലൂബ് ചെയ്തപ്പോൾ പോയ വീണ ഓയിലാണത്. പിന്നെ നമ്മൾ ഡോമിനാറിലേക്ക് നോക്കാൻ പോയാൽ ഡോമിനാറിൻ്റെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ 373cc എഞ്ചിൻ, 40 bhp ആൻഡ് 35 Nm ടോർക്ക്. പഴയ എഞ്ചിൻ, പക്ഷേ അവർ പവർ കൂട്ടിയാണ് ഇറക്കിയേക്കുന്നത്. ടോർക്ക് സെയിം തന്നെ വെച്ചേക്കുന്നത്, ടോർക്കിന് വ്യത്യാസമൊന്നുമില്ല. അതുകൂടാണ്ട് ഇതൊരു ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നമ്മുടെ ഡോമിനാറിൽ കൊടുത്തേക്കണത്. സെയിം അതേ ഓൾ ടെക്നോളജി തന്നെയാണ് അവർ ഉപയോഗിച്ചേക്കണത്. പിന്നെ നമ്മൾ ബാക്കിലേക്ക് നോക്കാൻ പോയാൽ ഇതാണ് ബാക്കിൽ നിന്നുള്ള ലുക്ക് 3 വണ്ടിയുടെ. അപ്പോൾ ഡോമിനാറിൽ കുറേ എക്സ്ട്രാ ആക്സസറീസൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റും വെച്ചിട്ടുണ്ട് ഹിമാലയനിൽ. മോജോയുടെ സ്റ്റോക്ക് എക്സോസ്റ്റാണ്. മോജോ നമുക്കിപ്പോൾ ഈ ഒറ്റൊരു വേരിയൻ്റേ ഉള്ളൂ, സിംഗിൾ എക്സോസ്റ്റ് 1 സൈഡ് മാത്രം. ഇപ്പോൾ ഡബിൾ എക്സോസ്റ്റ് ഇല്ല. അപ്പോൾ ഇത് 3ആണ് ഇതിന് ബാക്കിൽ നിന്നുള്ള ലുക്ക്. പിന്നെ സസ്പെൻഷൻ 3ൻ്റെയും മോണോഷോക്ക് സസ്പെൻഷനാണ്, അത് വ്യത്യാസമൊന്നുമില്ല. ഹിമാലയന് സസ്പെൻഷൻ ട്രാവൽ കൂടുതലായിരിക്കും, കാര്യം ഇതൊരു ഓഫ് റോഡ് വേരിയൻ്റ് ആയതുകൊണ്ട്. അത് കൂടാണ്ട് ഡോമിനാറിൻ്റെയും അതിൻ്റെയും ഹിമാലയൻ്റെ അത്രയും ട്രാവൽ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ 3ഉം നമുക്ക് മോണോഷോക്ക് സസ്പെൻഷനാണ് അവൈലബിൾ ആക്കിയേക്കുന്നത് 3ലും. പിന്നെ ബാക്ക് ബ്രേക്ക് നോക്കാൻ പോയാൽ 3ഉം ഡിസ്ക്കാണ്. നമുക്ക് മോജോയ്ക്ക് അവൈലബിൾ ആക്കുന്നത് 240 ആണ്, ഹിമാലയനും 240 ആണ്. അത് കൂടാണ്ട് നമ്മുടെ ഡോമിനാറിന് 230mm ആണ്. അപ്പോൾ 3നും നമുക്ക് ABS ഡുവൽ ചാനൽ ABS അവൈലബിൾ ആണ്. അടുത്ത നമ്മൾ പറയാൻ പോയാൽ ഗിയർ ബോക്സ് ആണ്. മോജോയുടെ ഗിയർ ബോക്സ് 6 സ്പീഡ് ഗിയർ ബോക്സ്, നോർമൽ വെറ്റ് ക്ലച്ചാണ്, സ്ലിപ്പർ ക്ലച്ചില്ല. അതുകൂടാണ്ട് നമ്മുടെ ഹിമാലയൻ നോക്കാൻ പോയാൽ 5 സ്പീഡ് ഗിയർ ബോക്സ്, നോർമൽ ക്ലച്ചാണ്. ബട്ട് ഡോമിനാർ നോക്കാൻ പോയാൽ ഡോമിനാറിന് അവൈലബിൾ ആക്കിയേക്കുന്ന 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ചാണ്. അപ്പോൾ അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഡോമിനാറിന്. നമുക്കപ്പോൾ ഫസ്റ്റ് മോജോയിൽ ഇരുന്നിട്ട് ഞാൻ മോജോയുടെ കാര്യങ്ങൾ പറഞ്ഞുതരാം എന്താണെന്ന്. അപ്പോൾ മോജോയിൽ നമ്മൾ കയറിയിരിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ മനസ്സിൽ വരുന്ന കാര്യം എന്തായിരിക്കും? വെയിറ്റ്. മോജോയുടെ വെയിറ്റ് തന്നെ 182 kg ആണ് മോജോയുടെ വെയിറ്റ് തന്നെ. നമുക്ക് പഴയ മോജോയിട്ട് അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും പറയാൻ പറ്റില്ല. ഒരു ഡുവൽ എക്സോസ്റ്റും ഫ്രണ്ട് അപ്സൈഡ് ഡൗൺ ഷോക്കിൻ്റെ ആ ഒരു വെയിറ്റ് കുറവ് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. വേറെ അങ്ങനെ വലിയ വെയിറ്റ് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് തന്നെ 815mm ആണ്. എനിക്ക് തോന്നുന്നത് ഈ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ഹൈറ്റ് ഉള്ള വണ്ടി മോജോ തന്നെയാണ്. ബാക്കി രണ്ടും 800mm ആണ്. ഇത് 850mm ആണ് മോജോയുടെ വെയിറ്റ്. ഞാൻ 5'6" ആണ് എൻ്റെ ഹൈറ്റ്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല. ഒരു 2 കാലും വെക്കുവാണെങ്കിൽ ഒരു ഹാഫ് ഫുട്ടാണ്. പക്ക ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് കുറച്ചും കൂടെ മുട്ടിയാൽ ഫ്ലാറ്റ് ഫുട്ടാവും. അങ്ങനത്തെ ഒരു രീതിയിലാണ് മോജോയിലിരിക്കുന്നത്.
പിന്നെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ടാങ്ക് കപ്പാസിറ്റി മോജോയ്ക്കാണ്. ദിസ് ഈസ് 21 ലിറ്റേഴ്സ് ടാങ്ക്. മൈലേജ് ഏകദേശം 30 to 35 പുതിയ വണ്ടിക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. 38-40 വരെയും കിട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് റേഞ്ച് 30 to 35 റേഞ്ചിൽ നമുക്ക് മൈലേജ് മോജോന്ന് അവൈലബിൾ ആവുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷൻ നോക്കാൻ പോയാൽ ഹാൻഡിൽ ബാർ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർ, നല്ല അപ്രൈറ്റ് പൊസിഷനാണ്. ഫുഡ് പെക്സ് ആയാലും നമ്മുടെ നേരെ താഴെയല്ല, കുറച്ച് ഫ്രണ്ടിലേക്കാണ്. പക്ഷേ നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു ലീനുമില്ല. നമുക്ക് നല്ല സുഖമായിട്ട് ഇരുന്ന് നമുക്ക് ഓടിച്ചുകൊണ്ടും പോയത്. നല്ല അപ്രൈറ്റ് പൊസിഷനും നല്ല കംഫർട്ടബിളാണ്. സീറ്റ് ആയാലും അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. സീറ്റിനെ പറ്റി ഞാൻ കാണിച്ചുതരാം. ഇനി സീറ്റ് അത്യാവശ്യം കുഷൻ്റെ സീറ്റാണ്. നമുക്ക് ഇങ്ങോട്ടേക്കൊരു ഇതുണ്ട്, അപ്പോൾ നമ്മുടെ കാല് കൂടുതൽ താഴത്തേക്ക് എത്താനേ നോക്കുള്ളൂ. പഴയ മോജോനെക്കാട്ടും നമ്മുടെ പില്ലിയൻ സീറ്റ് വലുതാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പില്ലിയനും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇതിലിരിക്കാൻ. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കാൻ പോയാൽ 165 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നമ്മുടെ റോട്ടിലേക്ക്. ഇതിനങ്ങനെ അടിയിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. നമുക്ക് നമ്മുടെ പോത്തോൾസും ഗട്ടറും എല്ലാം കാര്യങ്ങളും നമുക്ക് അത്യാവശ്യം കവർ ചെയ്ത് പോകാം. അങ്ങനെ വലിയ അടിയിടിക്കുന്ന സെറ്റപ്പ് ഒന്നും മോജോയ്ക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ഇനി ഹിമാലയയിൽ കയറിയിരിക്കാം. ഹിമാലയയിൽ കയറിയിരിക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് വെയിറ്റ് തോന്നുന്നത് 191 kg. മോജോനെക്കാട്ടും കുറച്ചും കൂടെ വെയിറ്റ് വരുന്നു. പക്ഷേ സീറ്റ് ഹൈറ്റ് ഇത്തിരി കുറവുള്ള കാരണം എനിക്ക് ഏകദേശം സെയിം ഫീലാണ് മോജോയും ഹിമാലയയിലും കിട്ടിയത്. നമുക്ക് സീറ്റ് ഹൈറ്റ് കുറച്ചും കൂടെ താന്നാണ്. 800 mm ആണ് സീറ്റ് ഹൈറ്റ്. എനിക്ക് പക്ക ഫ്ലാറ്റ് ഫുട്ടാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഹൈറ്റ് 5'6" ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് പക്ക ഫ്ലാറ്റ് ഫുട്ടാണ്. അത് കൂടാണ്ട് പൊസിഷൻ ഇതിൻ്റെ ആയാലും അത്യാവശ്യം നല്ല വൈഡാണ്. മോജോയുടെ അത്ര വൈഡല്ല, എന്നാലും ഏകദേശം അത്യാവശ്യം നല്ല വൈഡ് ഹാൻഡിൽ ബാർസ്. നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ ആയാലും ഫുഡ് പെക്സ് നമ്മുടെ നേരെ താഴെ തന്നെ. മോജോയുടെ ഇത്തിരി ഫ്രണ്ടിലേക്കാണ്, ഇതിൻ്റെ കുറച്ച് ബാക്കിലേക്കാണ് ഇരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ നേരെ താഴെയാണ്. നമുക്ക് നല്ല കംഫർട്ടബിളാണ്. ഇതിന് വിൻഷീൽഡുണ്ട്, ഇത് പൂരി വെച്ചേക്കും. അത് കാരണം നമുക്ക് വിൻ ബ്ലാസ്റ്റ് ഒക്കെ വളരെ കുറവായിരിക്കും. പക്ഷേ വൈബ്രേഷനിൽ നമുക്ക് ഇടയ്ക്ക് നമ്മുടെ വിൻസ്ക്രീൻ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അത് ചെറിയൊരു പ്രശ്നമായിരിക്കാം. പക്ഷേ ആ വൈസർ നമുക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള വൈസറാണ്. പിന്നെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 15 ലിറ്റേഴ്സ്, മൈലേജ് ഏകദേശം 30 to 35 തന്നെയാണ് ഇതിനും നമുക്ക് കിട്ടുന്നത്. സീറ്റിൻ്റെ കാര്യം പറഞ്ഞുതരാം. സീറ്റ് സ്പ്ലിറ്റ് സീറ്റാണ്. റൈഡർ സീറ്റ്, പില്ലിയൻ സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റാണ് ഇതും. അത് കൂടാണ്ട് പില്ലിയൻ സീറ്റ് ആയാലും നല്ല കംഫർട്ടബിളാണ്. എനിക്ക് ഈ 3 വണ്ടിയിലും ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ എനിക്ക് തോന്നുന്നത് ഹിമാലയനിൽ തന്നെയാണ്. കാര്യം അതിൽ നമുക്ക് ബാക്കിലേക്ക് സപ്പോർട്ടില്ല, ഇത് ഇത്തിരി ബാക്ക് സപ്പോർട്ടുണ്ട്. അപ്പോൾ അത് നല്ല അടിപൊളി കാര്യമാണ്. പിന്നെ നെക്സ്റ്റ് ഞാൻ പറയാൻ പോയാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 220 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതാണ്. കാര്യം ഇതൊരു ഓഫ് റോഡർ വണ്ടിയാണ്. അത് കാരണം നമുക്ക് ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല രീതിയിൽ ഉണ്ട്. നമുക്കിനി ഡോമിനാറിൽ കയറിയിരിക്കാം. ഡോമിനാറിൽ കയറിയിരിക്കുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് തന്നെ 184 kg ആണ്. ഇതിനും വെയിറ്റ് നമുക്ക് അത്രയ്ക്ക് തോന്നിക്കില്ല. പക്ഷേ ഹിമാലയനെക്കാട്ടും കുറച്ച് വെയിറ്റ് തോന്നിക്കും ഈ വണ്ടിക്ക്. അതുകൂടാണ്ട് സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ 800 mm സെയിം ഹിമാലയൻ്റെ അതേ സീറ്റ് ഹൈറ്റാണ്. എനിക്ക് ഫ്ലാറ്റ് ഫുട്ടാണ്, ഞാൻ 5'6" ആണ്. പിന്നെ നോക്കുമ്പോൾ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി 13 ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി കൊടുത്തേക്കണം. അപ്പോൾ മൈലേജ് ഇതിനും നമുക്ക് ഏകദേശം ഒരു 25-30-35 ആ റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട്. പുതിയതിന് ഇത്തിരി പവർ കൂട്ടിയുണ്ട്. മൈലേജിന് അങ്ങനെ വലിയ ഡ്രോപ്പൊന്നുമില്ല, പഴയതിനെക്കാട്ടും ഏകദേശം സെയിം മൈലേജ് തന്നെ നമുക്ക് ഇതിൽ നിന്നും തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ഹാൻഡിൽ ബാർ നോക്കാൻ പോയാൽ അത്യാവശ്യം നല്ല വൈഡ് ഹാൻഡിൽ ബാർസാണ്. എനിക്ക് കുറച്ച് ഫ്രണ്ടിലേക്ക് ഒരു ലീൻ ഉണ്ട് ഡോമിനാറിന്. ഇത് ഹാൻഡിൽ ബാർ റേസർ ഇതിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ ഹൈറ്റ് ഉണ്ട് ഹാൻഡിൽ ബാറിന്. അപ്പോൾ അത് എക്സ്ട്രാ വെച്ചതാണ് ഹാൻഡിൽ ബാർ റേസർ. അപ്പോൾ ഇത്തിരി ഫ്രണ്ടിലേക്ക് ലീൻ ഉണ്ട്. നമുക്ക് അത്ര അപ്രൈറ്റ് പൊസിഷൻ അല്ല, ഇത്തിരി ഫ്രണ്ടിലേക്ക് ലീൻ ഉണ്ട്. നമ്മുടെ റൈഡിങ് പൊസിഷൻ കുറച്ച് അഗ്രസീവാണ്. ബാക്കി രണ്ടും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അഗ്രസീവ് എന്ന് പറയില്ല, കുറച്ച് ഫ്രണ്ടിലേക്ക് ഒരു ലീനും നമുക്ക് ഡോമിനാറിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഹാൻഡിൽ ബാറൊക്കെ നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർസാണ്. മിറേഴ്സൊക്കെ ഭയങ്കര ഫിനിഷും നല്ല ക്വാളിറ്റിയുള്ള മിറേഴ്സാണ്. ഇതിൻ്റെ ഈ CNC ഫിനിഷ്ഡ് മിറേഴ്സ് എന്ന് പറയും. കൂടാണ്ട് ഇതിനൊരു എക്സ്ട്രാ ആഫ്റ്റർ മാർക്കറ്റ് വിൻഷീൽഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ക്രാഷ് ഗാർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, വലിയൊരു ക്രാഷ് ഗാർഡാണ് ഇത്. ഫുൾ ലൂവിയ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സീറ്റ് നോക്കാൻ പോയാൽ സെയിം സ്പ്ലിറ്റ് സീറ്റ് തന്നെ, ഹിമാലയൻ്റെ പോലത്തെ തന്നെ സ്പ്ലിറ്റ് സീറ്റാണ്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. നമുക്ക് കൂടുതൽ ഫ്രണ്ടിലേക്ക് കയറിയിരിക്കാൻ വേണ്ടി നമുക്ക് നല്ലൊരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട് സീറ്റിന്. അതുകൊണ്ട് നമ്മുടെ പില്ലിയൻ സീറ്റ് ആയാലും ഇതും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ സീറ്റാണ്. ഇതിന് എക്സ്ട്രാ ഒരു സീറ്റ് കവർ പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് ഇതും ബാക്ക് റെസ്റ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. അതും ലൂവിയുടെ തന്നെയാണ്. ബാക്ക് ക്യാരിയറും പിടിപ്പിച്ചിട്ടുണ്ട്, അതും ലൂവിയ. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ 157 mm ഉള്ളതിൽ ഏറ്റവും കുറഞ്ഞ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഡോമിനാറിന് തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ അടിയൊക്കെ ഇടിക്കാൻ ചെറിയ ചാൻസ് ഒക്കെ ഉണ്ട് ഡോമിനാറിന്. ഇതായിട്ട് ഓഫ് റോഡ് പോകുന്നത് ഞാൻ അത്ര പ്രിഫർ ചെയ്യില്ല. എന്നാലും ആൾക്കാർ പോകണ്ടില്ല, നല്ല പോകാൻ പറ്റും. അതൊക്കെ ഓടിക്കാൻ ആളുടെ കഴിവ് പോലെ ഇരിക്കും. പക്ഷേ ഡോമിനാർ നമുക്ക് അത്യാവശ്യം നല്ല സസ്പെൻഷൻ സെറ്റപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് അടി അങ്ങനെ അടിക്കാറില്ല. പക്ഷേ 3നേക്കാളും ഏറ്റവും കുറഞ്ഞ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി ഡോമിനാർ തന്നെയാണ്. യെസ്, അപ്പോൾ അതായത് എൻ്റെ ഈ വീഡിയോ 3 വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും മാത്രം, ജസ്റ്റ് സ്പെസിഫിക്കേഷൻസ് എങ്ങനെ എന്തൊക്കെയാണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആയിരുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനും. അപ്പോൾ യെസ്, അതായത് എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ലുകൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റേ നിങ്ങൾക്ക് സ്വന്തം കൊച്ചിൻ ചാൻ. ബൈ.